ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? നിങ്ങളുടെ കൂടെയുള്ളത് കീരൂസ് ആണ്. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മളെല്ലാവരും പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കുന്നവരാണ്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ലൈൻ, വൈബർ അങ്ങനെ തുടങ്ങി ഒട്ടനവധി സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസുകൾ. ഉദാഹരണത്തിന് ഇപ്പോൾ വാട്സാപ്പ് ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ നമ്പർ കൈവശമുള്ള ഒരാൾക്ക് നമ്മൾ ഓൺലൈൻ ആണോ എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും മറ്റ് സോഷ്യൽ മീഡിയകളൊക്കെ ആയാലും. എങ്ങനെയാണ് ഓൺലൈൻ കാണിക്കാതെ ഒളിഞ്ഞിരുന്ന് എത്ര സമയം വേണമെങ്കിലും ചാറ്റ് ചെയ്യാം? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ വാട്സാപ്പിൻ്റെ ലാസ്റ്റ് സീൻ എപ്പോഴാണോ അവസാനമായിട്ട് നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തത് ആ ഒരു സമയമായിട്ടാണ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയുക. ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ മുതൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ചാറ്റ് ചെയ്യുന്നതെങ്കിൽ വാട്സാപ്പ് ഇന്നലെ വൈകുന്നേരമാണ് അവസാനമായി തുറന്നത് എങ്കിൽ മറ്റുള്ളവർക്ക് എൻ്റെ ഒരു കോൺടാക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇന്നലത്തെ ആ ഒരു സമയമാണ് ലാസ്റ്റ് സീനായിട്ട് കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. താഴെയുള്ള ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ www.keerus.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാം. കൂട്ടുകാർക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ സമയം ഇപ്പോൾ കാണാൻ കഴിയും 1:21 PM ആണ്. ഞാൻ എൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കീരൂസ് കിരൺ എന്ന് പറയുന്ന ഈ ഒരു കോൺടാക്റ്റിലോട്ട് നമ്മളൊരു മെസ്സേജ് അയക്കാൻ പോവുകയാണ്. അതിനു മുന്നേ എൻ്റെ ലാസ്റ്റ് സീന് 1:20 PM ആണ്. ഈ ഒരു ഫോണിലോട്ടാണ് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇവിടെ മെസ്സേജ് വന്ന് കൂട്ടുകാർക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇതിലോട്ട് വന്നിരിക്കുന്ന മെസ്സേജുകൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാതെ ഓഫ്ലൈനിൽ ഇരുന്നിട്ട് എങ്ങനെ റീഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യമായിട്ട് ഇവിടെ എനാബിൾ ആക്സസിബിലിറ്റി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം വരുന്ന കുറച്ച് കൺഫർമേഷൻ ഉണ്ട്, ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടാണ് എത്തിച്ചേരുക. ഇനി നമുക്ക് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തിടാം. വീണ്ടും ഈ ഒരു നമ്പറിലോട്ട് വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് ചെയ്യാം. ഇവിടെ മെസ്സേജ് വന്ന് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, മുകളിൽ വേറൊരു രീതിയിലാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. വാട്സാപ്പിൻ്റെ പുറമെ തന്നെ വേറെ രീതിയിലും കൂടി ഒരു നോട്ടിഫിക്കേഷൻ വന്നു നമ്മുടെ ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ വാട്സാപ്പിന് താഴെയായിട്ട് ഇവിടെ കീരൂസ് പേഴ്സണൽ എന്ന് പറഞ്ഞ കോൺടാക്റ്റിൽ നിന്ന് ഒരു മെസ്സേജ് വന്നത് കൂട്ടുകാർ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു നമ്പറിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റീഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. ബ്ലൂടിക്കോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. 1:20 തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് റീഡ് ചെയ്തപ്പോഴും ഇവിടെ ബ്ലൂടിക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇനി ഇവിടെ നിന്ന് നമ്മൾ റീപ്ലൈ ചെയ്താൽ മാത്രമാണ് ആ ഒരു ഫോണിൽ ബ്ലൂടിക്ക് എനാബിൾ ആവുകയുള്ളൂ. നമ്മളിവിടുന്ന് തിരിച്ച് ഹായ് എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കാൻ പോവുകയാണ്. കണ്ടോ, ഇപ്പോൾ മാത്രമാണ് ബ്ലൂടിക്ക് ഇവിടെ എനേബിൾ ആയിട്ടുള്ളൂ. ഇപ്പോഴും നമുക്ക് ഇവിടെ ലാസ്റ്റ് സീന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1:20 PM തന്നെയാണ് സമയം. ഇപ്പോൾ 1:25 PM ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നതും കൂടുതൽ കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഓഫ്ലൈനിൽ ഇരുന്നിട്ട് ചാറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഗാലറിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് മെസ്സഞ്ചർ, സ്കൈപ്പ്, വാട്സാപ്പ്, വൈബർ, IMO, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം, ലൈൻ ഇത്രയും സർവീസുകൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഓഫ്ലൈനിൽ ഇരുന്നിട്ട് ചാറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്, കീരൂസ്.